കെ ജി രാജനല്ലേ? അതേ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലേ? അത് ഈ സ്കൂളിന് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ മൊത്തം പണിത് കൊടുത്തു. 70 ലക്ഷം രൂപ മുടക്കി അല്ലേ? അതിനെ തുടർന്ന് ഈ പള്ളിയുടെ ഇതിൻ്റെ ഇതിലേക്ക് വരുന്നത് ഈ പരിപാടി അത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ? കാശുണ്ട്. കർത്താവിന് അടുത്തൊരു പരിപാടികളുണ്ട്. എൻ്റെ ഭാര്യയുടെ ഒരു മെമ്മോറിയൽ. അതെവിടെ സാറേ? നൈസ് റെസ്റ്റോറൻറ്റ് അടുത്തുണ്ട്. അതിന് മുകളിൽ അതും നടത്താനുള്ള പരിപാടിയിൽ അതിൻ്റെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ജോൺ പത്രോസ്. ഈ ഇടവകയോട് ചേർന്ന് എപ്പോഴും നമ്മോടൊപ്പമായിരിക്കുന്ന സെൻറ്റ് ഇഗ്നേഷ്യസ് വലിയ പള്ളിയിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഏതാണ്ട് 1 വർഷം ആകുന്നു നമ്മുടെ ദേവാലയ നിർമ്മാണം തുടങ്ങിയിട്ട്. ഇന്ന് ലോകാവസാനത്തോളം ഈ ദേശത്തിന് അനുഗ്രഹമായി നിൽക്കുവാൻ നാം ഉയരത്തിലേക്ക് ഒരു സ്ലീവ സ്ഥാപിക്കുകയാണ്. ഒരു ദേവാലയമാണെന്ന് എപ്പോഴും ബോധ്യപ്പെടുത്തുന്നത് അതിന്മേൽ ഉയർന്നു നിൽക്കുന്ന മൗഢ്യകൃതമായ സ്ലീബായുടെ അടയാളമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവമാണ് പണിക്കാരൻ. ചെയ്യും ഞാൻ ജീവൻ നൽകും രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ രക്ഷകന അന്ത്യശ്വാസം വരെയും. ഭരിക്കുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പൈശാചിക ശക്തിയിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു എന്ന ഈ കുരിശിനെ നീ ആശീർവദിക്കണമേ. എന്നാൽ വിലക്കപ്പെട്ട മരത്തിൻ്റെ കനി ഭക്ഷിച്ചത് മൂലം നിയമലംഘനത്തിൽ അകപ്പെട്ട ആദ്യ മനുഷ്യന്റെ പാപമാകുന്ന തിന്മയെ നിന്റെ കുരിശുഭരണത്താൽ നീ നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവേ, ഈ കുരിശിന് മുൻപിൽ വണങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യം കണ്ടെത്തുവാനിടയാക്കണമേ. ആയുഷ്കാലം മുഴുവൻ കുരിശിൻ്റെ തണൽ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. പാറിക്കുമോ വൈദിക വീഴ്ത്തിയിടും ഞങ്ങൾ ഹല്ലേലൂയ. നിന്നാമത്താൽ ദേശികളെക്കാൾ കീഴാക്കും. നിങ്ങളെ വീണ്ടതു നീയേ ഹല്ലേലൂയ. വൈരിയലജ്ജിപ്പിച്ചതു നീ പാർക്കുമോ. വിജയിക്കുന്ന നിശം എല്ലാവരും പ്രാർത്ഥിച്ചു നിർത്താൻ ഗുണാനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. മഹിമയും പുകഴ്ചയും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ജഗത്തിന് ശ്രീവായ ഫലമുള്ള അഭയസ്ഥാനമാക്കുകയും അവകാശത്തിന് അതിനെ രക്ഷാകവചമായി തരികയും ചെയ്ത രക്ഷകനായ അങ്ങേക്ക് സ്തുതി. ശ്രീവായുടെ പ്രതീക്ഷയുടെ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനാരാധനയും എന്നേക്ക് യോഗ്യമാകുന്നു. നിങ്ങളുടെ വിശ്വാസംരാനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ സ്ലീബായിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. നിന്റെ സ്ലീബാ മൂലം ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയും സുഹൃത്തുക്കൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. ദുഷ്ടശത്രു പരാജിതനാവുകയും നിഷ്കന്മന്മാർ പരിപൂർണരാകുകയും ചെയ്യട്ടെ. നിന്റെ സ്ലീബായ ജീവനോടിരിക്കുന്നവർ സജ്ജരാവുകയും പലയർ പുനരുത്ഥാനം പ്രാപിക്കുകയും ചെയ്യട്ടെ.
അന്ത്യദിവസത്തിൽ ഞങ്ങൾ നിന്റെ പാർശ്വത്തിൽ സംരക്ഷിക്കപ്പെടുകയും നിന്നോടൊന്നിച്ച് നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും പാടുന്നു. ദൈവത്തിൽ നിന്ന് കർമ്മങ്ങൾക്ക് പരിഹാരവും പാവങ്ങളുടെ മുക്കുമോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കട്ടെ. ജയിപ്പിക്കുന്നതുമായ ദീപാവലി അടയാളത്താൽ മുദ്രയിട്ടുകൊണ്ട് ഈ ദേവാലയത്തിനോട് പ്രതിഷ്ഠിക്കുന്നതിനുള്ള കൽക്കുരിശ് ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ശരണമതായും രക്ഷയതായും നെറ്റിയതിന്മേൽ വരച്ചിടും രക്ഷിച്ചിടും രപകലങ്ങളെ ദുഷ്ടൻ തൻ സൈന്യങ്ങളിൽ നിന്നും തന്നോട് വടിയാൽ ഭാഗിച്ചു മോശ ഇസ്രായേലിച്ചു ശ്രീവായ തുറന്നാൽ പാതാളം മൃദുരയുയർത്തിച്ചു. മാതാവേ പന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ വളരും അവൻ ലെബനോൻ കാലകിൽ പോൽ. ദുഷ്ടികളും ബാക്കുമോ പോലെ ബറോവൽ കാദീശോ. പോലിഞ്ഞും മാറകസ്തീനോ ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ ശുശ്രൂഷ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ കുറവുള്ളതും ബലഹീനവുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ കുരിശ് ഉയർത്തപ്പെടുന്നതാണ്. ഇന്ന് ഈ കുരിശ് ആശീർവാദ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് പിതാവ് ഈ ഇടവകയുടെ നിർമ്മാണത്തിൻ്റെ ആരംഭം മുതൽ എല്ലാ സമയവും നമുക്കും ഒരു വികാരി എന്ന നിലയിൽ എന്നോടൊപ്പം എല്ലാ വിധത്തിലും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അഭിമന്യ പിതാവ് പ്രാർത്ഥനയിലൂടെ പ്രത്യേകിച്ചും ബലപ്പെടുത്തുന്ന പ്രയാസത്തിൻ്റെ സമയങ്ങളിലൊക്കെ ഒപ്പം നിന്ന് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അത് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തന്നെയാണ്, നാം അതിൽ നിന്നു കൊടുക്കേണ്ട ഉപകരണങ്ങൾ മാത്രമാണെന്ന് ഇപ്പോഴും പറഞ്ഞ് ബലപ്പെടുത്തുന്ന അഭിമന്യ പിതാവ് ഇന്ന് കൃത്യസമയത്ത് ഇവിടെ വന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തു. അഭിമന്യ പിതാവിനെ ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസി ഗണത്തിൻ്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട
സെന്റ് ഇഗ്നേഷ്യസ് മഹാ ഇടവകയിലെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഇവിടെ കൂടി അതിൻ്റെ പിതാവിൻ്റെയും ശ്രേഷ്ഠ വൈദികരുടെയും ഈ ഇടവക കൂട്ടായ്മയുടെയും പേര് പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാനൊരു ആലയം കെട്ടിപ്പോക്കുമ്പോൾ അതിൻ്റെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ തിരക്കുകൾക്കിടയിൽ നിങ്ങളിവിടെ ആയിരിക്കുന്നു. നിർമ്മാണത്തിൽ പ്രത്യേകമാന്തരം ഇടപെട്ടിരിക്കുന്നെന്ന് അതിൻ്റെ പിതാവും സൂചിപ്പിച്ചു. അച്ചായനെയും കുടുംബത്തെയും ഓർക്കുന്നു. ഈ സാന്നിധ്യത്തിന് പ്രത്യേകിച്ച് ഇടപെട്ടിരിക്കുന്ന എല്ലാവരും അതിൻ്റെ പിതാവ് മുതൽ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇടവകയിൽ മിഷൻ ചെയ്യുന്ന ബഹുമാനപ്പെട്ട മേരി മക്കൾ സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട നമ്മുടെ 2 സിസ്റ്റേഴ്സും ഇവിടെ ട്രീസ സിസ്റ്റർ നമ്മുടെ ഈ ഇടവകയുടെ മിഷണറിയാണ്. കൂടെയും സിസ്റ്റർ എത്തിയിട്ടുണ്ട്. 2 പേരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ആരെങ്കിലും ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി അർപ്പിക്കുന്നു. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവേ ഞാൻ കാണുന്നു. പാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവേ ഞാൻ കാണുന്നു. പാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണെൻ്റെ നാഥ. അച്ഛൻ്റെ ബന്ധുവാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അല്ല, എൻ്റെ ബ്രദറാണ്. അച്ഛനെ ബ്രദറാണോ? പുള്ളി ഇവിടെ സ്ഥലത്ത്? അമേരിക്കയിലല്ലേ? ഞാനും അമേരിക്കയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. കഴിഞ്ഞ വന്നത് എല്ലാ 2 മക്കൾ 2 ഉള്ള കാനഡ മോന്. അച്ഛൻ ഇവിടെ വലിയ എമൗണ്ട് കൊടുക്കുന്നുണ്ടല്ലേ? 60 ചേട്ടൻ കൊടുത്തു, 5 ലക്ഷം നെറ്റത്ത് 2 ചേട്ടന്മാരുണ്ട്. 65 കൊടുത്തു. അച്ഛൻ ഓർത്തഡോക്സ് പള്ളിയിലെ അല്ലേ? ഓക്കെ, താങ്ക് യു അച്ഛാ. കൽവിളക്കുകളെരിയുന്ന ആലയം കർത്താവേ ഞാൻ കാണുന്നു. പാർത്തലത്തിൽ ഓർത്തുവയ്ക്കുവാൻ എന്തു നാഥ, തിരുവചനം മാത്രമാണ്